ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ അത് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ അറിയണം. പിന്നെ കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുമ്പോൾ വിഷ്ണു സത്യം മികച്ച അച്ഛനും മികച്ച മകൾക്കുള്ള അവാർഡ് മേടിച്ചിന്. അപ്പോൾ ഈ അവാർഡ് എന്തായിരുന്നു, എന്തിനാ കിട്ടിയ, ആ മത്സരം എന്തായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് രോഹിത്തിന് സംഭവിച്ചു, പിന്നെ വിഷ്ണുവും അതുപോലെ സത്യമോളും പപ്പിമോളും 3 പേരും കൊണ്ടുള്ള കോമ്പിനേഷനകത്ത് നടന്ന സംഭവങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ വീഡിയോക്കത്തുണ്ടോ. ഇപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കുടുംബശ്രീ ഷാസിലെ ആര് പറയണം. അപ്പോൾ ഈ എപ്പിസോഡിനകത്ത് ഇനി തുടങ്ങുമ്പോൾ കാണിക്കുന്ന കാര്യം വിഷ്ണുവും സത്യമോളും ഒരുപോലെ മത്സരത്തിൽ ജയിച്ച് ആ സമ്മാനമായിട്ട് നേരെ ശാലിനി ഒത്ത് വീട്ടിൽ വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ശാലിനിയായിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ സത്യമോളുടെ മുഖം അത്രയ്ക്ക് സന്തോഷം. സ്വന്തം അച്ഛനാണെന്ന് വിഷ്ണു ഒന്നും അറിയാതെ അച്ഛൻ്റെ സ്ഥാനത്ത് ബിഗ് ഫ്രണ്ടിനെ കണ്ടപ്പോഴത്തേക്കും തന്നെ ഇത്ര സന്തോഷം നമ്മുടെ സത്യമോളുടെ മുഖത്ത് കാണും. നമ്മുടെ പപ്പിമോക്ക് പോലും ചിന്തിച്ച് പോവാണ്, സത്യം എന്തൊരു പാവം, അച്ഛനാന്ന് പോലും അറിയാതെ വിഷ്ണു അച്ഛനെ കൂടെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടപ്പോൾ തന്നെ ഇത്ര സന്തോഷം. അപ്പം യഥാർത്ഥത്തിൽ സ്വന്തം അച്ഛനാന്ന് സത്യം അറിയുന്ന നിമിഷം സത്യക്ക് എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ. പിന്നെ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, ചേച്ചിയമ്മ പറയാൻ പാടില്ലാന്ന് സത്യം മേടിച്ചിരിക്കുമല്ലോ, ചേച്ചിയമ്മ പറയുന്നവരെ എനിക്ക് തൊട്ട് പറയാനും പറ്റത്തില്ല, എന്തൊരു കഷ്ടമാണെന്നൊക്കെ വന്ന് നമ്മുടെ പപ്പി മോള് മനസ്സിൽ ആലോചിക്കുന്ന കാണിക്കുന്നത്. വിൻ ചെയ്ത ട്രോഫിയായിട്ട് നമ്മുടെ സത്യമോളും ശാലിനിയോട് നേരെ ശാതാമ്മയുടെ വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ശാതാമ്മയ്ക്ക് ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല, മത്സരമാണെന്നോ ഒന്നും ശാതാമ്മയ്ക്ക് അത്ര ഓർമ്മയില്ല. ഭയങ്കര സന്തോഷത്തിനകത്താണല്ലോ അമ്മയും മോളും, എന്താ കാര്യം അത് കണ്ടില്ലേ ശാതാമ്മ, ഈ ട്രോഫി കണ്ടില്ലേ, ഇന്ന് ഞാൻ ജയിച്ച മിടുക്കി, എന്ത് മത്സരമാണ് ജയിച്ചതെന്നൊക്കെ നമ്മുടെ ശാതാമ്മ ചോദിക്കുമ്പം അതെ ഇന്ന് റണ്ണിങ് റേസാണ്. അപ്പം നല്ല ഓട്ടക്കാരിയാണല്ലേ, നല്ലപോലെ ഓടി ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്തല്ലേ പറയുമ്പോഴത്തേക്ക് അയ്യോ ഇത് ഞാനല്ല ഓടിയത്, എന്നെ എടുത്തുകൊണ്ട് ബിഗ് ഫ്രണ്ടാണ് ഓടിയത്. ബിഗ് ഫ്രണ്ടോ, എനിക്കൊന്നും മനസ്സിലാവുന്നല്ലോ, ബിഗ് ഫ്രണ്ട് ഓടിയതിന് മോക്ക് എന്തിനാ സമ്മാനം തന്നത്, എനിക്കൊന്നും മനസ്സിലാവും. അപ്പോഴത്തേക്കും സത്യം അയ്യോ ശാതാമ്മേ ഇന്ന് ഫാദേഴ്സ് ഡേ അല്ലായിരുന്നു സ്കൂളിൽ, അപ്പം ഫാദേഴ്സ് ഡേ സെലിബ്രേഷന് അച്ഛൻ മകളെ എടുത്തിട്ട് ഓടി ആരാണ് ഫസ്റ്റ് പ്രൈസ് വിന്നുന്നത് അവർക്കാണ് ഈ പറയുന്ന ട്രോഫി കിട്ടുന്നത് കേട്ടോ, അതാ ഞങ്ങൾ മേടിച്ചത്. എനിക്കാണെങ്കിൽ അച്ഛൻ വരാനില്ലല്ലോ, അതുകൊണ്ട് അച്ഛന് പകരം വന്നത് ബിഗ് ഫ്രണ്ടാണ്. അപ്പം ബിഗ് ഫ്രണ്ടോ, എനിക്കൊന്നും മനസ്സിലായില്ല പറയുമ്പോൾ അയ്യോ ശാതമേ, ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പി മോളില്ലേ, പപ്പി മോളുടെ വല്യച്ഛൻ. ഷാദാമി ഭയങ്കര നെട്ടല്ല കേട്ടോ. അപ്പോൾ ഷാദാമി ചോദിക്കുക അപ്പം വിഷ്ണു മോനാണോ, അപ്പോഴത്തേക്കും നമ്മുടെ സത്യമോൾ പറയാം പപ്പി മോളുടെ വിഷ്ണു അച്ഛൻ തന്നെയാണ് ഇന്ന് എൻ്റെ കൂടെ മത്സരത്തിൽ വന്നത്, പപ്പി മോളുടെ വിഷ്ണു അച്ഛനല്ലേ എൻ്റെ ബിഗ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇത് കണ്ടോ, എനിക്ക് ബിഗ് ഫ്രണ്ട് വിൻ ചെയ്തതന്നെ, ഇന്ന് എനിക്ക് അതുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ എന്താണ് പിടിച്ചേക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചെറുക്കാനാണെങ്കിൽ എന്നെ എന്തോ ഒരു കളിയാക്കലായെന്നറിയോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ് ഷാദാമി ഭയങ്കര അത്ഭുതമാണ്. അപ്പം സ്വന്തം അച്ഛനാണെന്ന് അറിയാതെ തന്നെ സ്വന്തം അച്ഛൻ തന്നെ വന്ന് നിന്ന് മകളെ എന്താണ് മത്സരത്തിൽ ജയിപ്പിച്ച്. ഷാദാം പറഞ്ഞ ഷാദാം നേരെ ശാലിനിയുടെ മുഖത്ത് നോക്കുമ്പോൾ ശാലിനിയുടെ മുഖം അത്രമാത്രം സന്തോഷം. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒന്നായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു ഷാദാം മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ സത്യമോൾ എന്താണ്, ഞാൻ ഈ ട്രോഫി കൊണ്ടുപോയി ശാന്ത ചേച്ചിയെ കാണിച്ചിട്ടായിരുന്നു നേരെ അവരെ കാണിക്കാനൊക്കെ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഷാദാമ്മ ശാലിനിയോട് പറയാം, കണ്ടോ മോളെ ബിഗ് ഫ്രണ്ടാന്ന് പറഞ്ഞപ്പം തന്നെ ബിഗ് ഫ്രണ്ട് അച്ഛൻ്റെ സ്ഥാനത്തിൽ വന്ന് നിന്നു എന്നത് കണ്ടപ്പം തന്നെ സത്യമോൾക്ക് ഇത്രമാത്രം സന്തോഷം ഉണ്ടെങ്കിൽ അവളുടെ യഥാർത്ഥ അച്ഛൻ തന്നെ ഈ പറഞ്ഞ അവളുടെ ബിഗ് ഫ്രണ്ടാണ്, വിഷ്ണു മോൻ തന്നെയാണ് അവളുടെ സ്വന്തം അച്ഛൻ എന്ന് അവൾ മനസ്സിലാക്കുമ്പോൾ അവൾക്ക് എന്ത് സന്തോഷമായിരിക്കും. നീ ഉദ്ദേശിക്കുന്ന ഒരു പേടിയും തോന്നേണ്ട ആവശ്യമില്ല മോളെ എന്നൊക്കെ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട് നമ്മേ ഞാൻ ഇന്നത് ശ്രദ്ധിച്ചു, ഇന്ന് വരെ അവളുടെ മുഖത്ത് കണ്ടില്ലാതെ അത്രയ്ക്കൊരു പ്രകാശമാണ് സത്യമോളുടെ മുഖത്ത് കാണുന്നത്. സത്യയോട് വിഷ്ണുവേട്ടൻ തന്നെയാണ് അവളുടെ സ്വന്തം അച്ഛൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്തൊരു സന്തോഷമായിരിക്കല്ലേ എന്ന് ശാലിനി മനസ്സിൽ ചിന്തിക്കുക. അപ്പം വിഷ്ണു ആണ് അച്ഛൻ എന്ന് പറയാൻ രണ്ടുപേരും മനസ്സുകൊണ്ട് തയ്യാറാവുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സത്യമോളുടെ മുഖത്ത് അത്രമാത്രം സന്തോഷം, വിഷ്ണുവിനെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് കാണാൻ സത്യമോ കഴിയുമെന്ന് ഇവർക്ക് മനസ്സിലായി. അതൊക്കെയാണ് ആദ്യം കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന നേരെ ജയിലാണ്. അപ്പം ജയിലിൽ കാണിക്കുന്ന ശാലിനി വന്ന് പോയതിന് ശേഷം തൊട്ട് സുഖസൗകര്യങ്ങളൊക്കെ നമ്മുടെ സുസ്മിതയുടെ ലൈഫിൽ നേരത്തെ മാറിയപ്പോൾ സുസ്മിതയ്ക്ക് അവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ സുസ്മിത ഇരുന്ന് തുണി അടിച്ച് കഴിവുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ തുണി അടിച്ച് കഴിയുമ്പോൾ സുസ്മിത അവിടെ എന്താണ് ഭയങ്കര മുറുമുറുത്തോണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ മുറുമുറുത്തോണ്ട് ചെയ്യുമ്പോഴത്തേക്കും സുസ്മിത ശാലിനി അവൾക്ക് ഏത് സമയത്താണ് ഇങ്ങോട്ട് കയറി വരാൻ തോന്നി, ഇവിടെ എൻ്റെ ജീവിതത്തിൽ തുടക്കം തൊട്ട് ഇപ്പം വരെ പാനയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവർക്ക് എന്നെ ജയിലിൽ കയറ്റിയതും പോരാ ഇപ്പം എന്താണ്ട എനിക്ക് കിട്ടിയ സൗകര്യങ്ങൾ MLA ഒരു ആശ്വാസത്തിൽ കിട്ടിയ സൗകര്യങ്ങൾ ഇതൊക്കെ അതും എൻ്റെ കയ്യിൽ തട്ടിത്തെറിപ്പിച്ച് ഇപ്പം തന്നെ എന്നെയായിട്ട് മാട് പോലെ പണിയെടുപ്പിക്കുമല്ലേ, ഇതിനേക്കാൾ എത്രയും വലിയ ഭേദം നരകത്തിൽ തന്നെ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ശാലിനിയെക്കുറിച്ച് എന്താണ് 4 ചീത്തയൊക്കെ പറഞ്ഞ് സുസ്മിത തുണി കഴുകുക. അത് ജയിലർ എന്താ സുസ്മിതയെ അവിടെ നിന്ന് സംസാരിച്ച് പെരുവരുത്തോണ്ടിരിക്കുന്നത്, നിന്നോട് പണി ചെയ്യാനല്ല പറഞ്ഞത്, അതോ ഇത് നിനക്ക് ചെയ്യാൻ വയ്യെങ്കിൽ ഇതിനേക്കാളും കട്ടിയുള്ളൊരു പണിയുണ്ട്, അവിടെ അങ്ങോട്ടേക്ക് ആ പറമ്പൊന്ന് കിളക്കണം, നീ അങ്ങോട്ടേക്ക് വന്നോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇല്ല ഞാൻ ഇത് തന്നെ കഴുകിക്കോളാം എന്ന് സുസ്മിത അവിടെ നിന്ന് തുണി അടിച്ച് കഴുകുന്നതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആണെങ്കിൽ നമ്മുടെ സുസ്മിത MLA കുറിച്ച് നിൽക്കുക. ഈ MLA എന്നെ ബെയിലെടുക്കാൻ എന്താന്ന് പറഞ്ഞിട്ട് പോയ വ്യക്തിയാണ്. പിന്നെ അയാൾ ഈ പരിസരത്തേക്ക് പോലും കണ്ടില്ല. ഇയാൾ ഇത് എവിടെ പോയി കിടക്കുന്നത്, ഇനി ചിറ്റപ്പൻ്റെ കാര്യം പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. ചിറ്റപ്പൻ ഇനി എന്നാ ജയിലിലാകാൻ പോകുന്നത് ആർക്കറിയാം. ചിറ്റപ്പൻ്റെ കാര്യം എന്തായാലും കുളവായെന്നുള്ള കാര്യം ഇവിടുത്തെ ജയിലിലെ ഓരോരുത്തരുടെ പെരുമാറ്റം കൊണ്ട് എനിക്ക് നല്ല ബോധ്യമാണ്. അപ്പം ചിറ്റപ്പൻ ഇനി ഒരു വിലയില്ല. ഈ MLA എങ്കിലും ഒന്ന് എത്രയും വേഗം വന്ന് എന്നെ പുറത്തെടുത്തെങ്കിൽ എനിക്കൊന്ന് പുറം ലോകം കാണുന്നത്, ഇവിടെ നിന്ന് ഈ നരക യാതന ചെയ്യുന്നതിന് പകരം പുറത്തൊന്ന് സ്വസ്ഥമായിട്ടെങ്കിലും ഒന്ന് ശ്വാസം എടുത്ത് ജീവിക്കാൻ
ജീവിക്കാൻ പറ്റിയേനെയെന്ന് എന്നൊക്കെ വന്ന് ചിന്തിച്ചിട്ട് എന്താണ് സുസ്മിത അവിടെ ഇരിക്കുമ്പോഴത്തേക്കും സുസ്മിത നേരെ എന്താണ് വീണ്ടും കൊണ്ട് സെല്ലിലിട്ട്. അപ്പോൾ സെല്ലിട്ടപ്പോൾ സെല്ലിൽ ഒരു സൗകര്യം, ഇവിടെ കൊതുകടിയും ഇവിടെ ടി വി ഒന്നുമില്ല, ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ജയിലർ പറഞ്ഞത്, നിനക്ക് എൻ്റർടൈൻമെൻറ്റ് കുറഞ്ഞെങ്കിൽ സുസ്മിത വാ, ഞാൻ നിന്നെക്കൊണ്ട് നല്ല പണിയെടുപ്പിക്കാനുണ്ട്, ഇഷ്ടംപോലെ പണിയുണ്ട്, അതൊക്കെ ചെയ്ത് നിനക്ക് എൻ്റർടൈൻമെൻ്റ് ഒക്കെ നല്ലപോലെ കിട്ടും പറയുമ്പോൾ അയ്യോ വേണ്ട, ഞാൻ ഇന്നത്തെ പണിയൊക്കെ ചെയ്ത് തന്നെ ഇതുവരെ മടുത്തിരിക്കുന്ന സുസ്മിത പറഞ്ഞ് നിൽക്കുന്നതും കറക്റ്റ് എന്താണ് ഒരാളുടെ കാറ് വന്ന് കറക്റ്റ് എന്താണ് ജയിലിൻ്റെ അവിടെ നിൽക്കുകയാണ്. അവൻ ജയിലിൻ്റെ അവിടെ വന്നിറങ്ങിയത് സുസ്മിത നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ ഈ എം എൽ എ കാണാനില്ല ആ പറഞ്ഞ എം എൽ എ ആണ് ഈ വന്നിറങ്ങിയത്. അപ്പോൾ ഈ എം എൽ എ വന്ന മറ്റൊന്നുമില്ല സുസ്മിതയെ ബെയിലിലേക്ക് പുറത്തെടുക്കാൻ. അങ്ങനെ സുസ്മിത വളരെ നാളുകൾക്ക് ശേഷം പുറം ലോകം കാണാനായി ഇറങ്ങുന്ന ഒരു ഇറക്കം, അതും ശാലിനിയായിട്ടുള്ള പക മനസ്സിൽ അത്രമാത്രം മൂർച്ചയിൽ കൂടി നിൽക്കുന്ന സമയത്താണ് ഈ പുറത്തേക്കുള്ള ഇറക്കം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഇല്ല, ജയിലർ നേരെ സുസ്മിതയുടെ അടുത്ത് വന്നിട്ട് ഒരു സാരി കൊടുക്കും. അപ്പോൾ സുസ്മിതയ്ക്ക് സാരി വേണം. ഇതെന്താ എനിക്ക് സാരിയൊക്കെ കൊണ്ട് തന്നെ, നിൻ്റെ ബെയിലൊക്കെ റെഡിയായി എന്ന് പറയുന്നതും കറക്റ്റ് എന്താണ് എം എൽ എ ആ ബെയിലിനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും പൂർത്തിയാക്കുന്ന ഒരുമിച്ച്. അപ്പം എനിക്ക് ബെയിൽ കിട്ടിയോ, ആരാ എന്നെ ബെയിലെടുത്ത് സുസ്മിത ചോദിക്കുമ്പോഴത്തേക്കും സുസ്മിതത്ത് പറയുന്നുണ്ട് മറ്റാരാ, നിൻ്റെ എം എൽ എ തന്നെ വന്ന് നിന്നെ ബെയിലെടുത്ത്. എന്നാൽ നിനക്ക് സ്വസ്ഥമായില്ലേ, ഇവിടുത്തെ നരകയാതന കുറച്ച് നാളും കൂടെ അനുഭവിക്കാനുള്ള വിധി എന്താണെന്ന് നിനക്കില്ല, നല്ല ലക്കുണ്ട്. അല്ലെങ്കിൽ ശാലിനി വേണം നിന്റെ സർവ്വ സുഖ സൗകര്യം പുറത്താക്കിയ ആ നിമിഷത്തിൽ തന്നെ നിനക്കിങ്ങനെ ഒരു ബെയിൽ ഇപ്പം കിട്ടുമെന്നോ, നിന്റെ വിധി എന്തായാലും നീ പോയ സ്ഥാനത്ത് ഇനി അടുത്ത് നിന്റെ ചിറ്റപ്പനായിരിക്കും വന്ന് കിടക്കാക്കുന്നത്. എന്തായാലും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നീ എന്തായാലും സാരിയൊക്കെ മാറ്റി വേഗം പുറത്തിറങ്ങ്, ഇനി ഇവിടെ കന്ന് കൂടുതൽ നേരം വിലസാൻ നിൽക്കണ്ട, നിൻ്റെ ശല്യം ഒഴിഞ്ഞ് കിട്ടിയല്ലോ, അത് തന്നെ എനിക്ക് സ്വസ്ഥം പറഞ്ഞിട്ട് നേരെ ജയിലർ എന്താണ് ഇവളതിൽ സാരി കൊടുക്കുമ്പോൾ ഈ സാരി മേടിച്ചാൽ സുസ്മിത മനസ്സിൽ ഈ ജയിലിൽ ഈ മുഷിഞ്ഞ ഈ വെള്ള വസ്ത്രം ഇട്ട് ഞാൻ മടുത്ത്, ഇനി സ്വസ്ഥമായിട്ട് വേണം ഒന്ന് ഒരുങ്ങി ചമഞ്ഞൊക്കെ നടക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ സാരിയൊക്കെ മാറ്റി അടിപൊളിയുടെ സുസ്മിത വീണ്ടും ഗ്ലാമറായിട്ട് പുറത്തു വരുമോ. അപ്പോൾ സുസ്മിത വന്ന് നേരെ കാണുന്ന എം എൽ എ. അപ്പോൾ എം എൽ എ ചോദിക്കുന്നുണ്ട് സുസ്മിത സുഖമല്ലേ, സുഖമാണെന്ന് സാറേ അതൊന്നും പറയണ്ട, എന്നാൽ സാർ എന്നെ വന്ന് ബെയിലി എടുത്തല്ലോ, ഞാൻ വെച്ച സാർ എന്നെ മറന്നു കാണും, കാരണം ഇങ്ങോട്ട് വന്നതല്ല. സുസ്മിത നിൻ്റെ ബെയിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളാണ്, ചെറിയ ബെയിലൊന്നും അല്ലല്ലോ, നീ ചെയ്ത് കൂട്ടിയ കുറ്റങ്ങൾ വെച്ച് നിന്നെ ബെയിലി എടുക്കുന്നത് ഞാൻ നല്ല പാടുപെട്ട് തന്നെ പുറത്തേക്ക് എടുക്കേണ്ട വന്നത്. സുസ്മിത നടക്ക്, ബാക്കിയൊക്കെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കുന്നതിന് നേരെ ആ പറയുന്ന എം എൽ എയും സുസ്മിതയും കൊണ്ട് പുറത്തേക്ക് വരും. അപ്പോൾ പുറത്ത് വന്ന് സുസ്മിത എന്താണ് നല്ലപോലെ ഒരു ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മുടെ എം എൽ എ നോക്കുക, പുറത്തിറങ്ങി എന്താണ് ഫ്രീഡം കിട്ടിയതിൻ്റെ ഉള്ള ശ്വാസമാക്കി എടുക്കുന്നതല്ലേ, അതിൻ്റെ ദീർഘശ്വാസമായിരിക്കും. അപ്പോഴത്തേക്കും സുസ്മിത പറയാം അല്ല സാറേ അത് തന്നെ, കാരണമേ ഇതിൻ്റെ അകത്ത് കിടന്ന് ഞാൻ വീർപ്പ് മുട്ടിയെ കഴിഞ്ഞുകൊണ്ട് സാറിന് അറിയത്തില്ല കേട്ടോ, അതിൻ്റെ ഇടയ്ക്കകത്ത് ഈ ഷാനി വന്ന് എനിക്ക് തന്ന ഒരു പാലുണ്ട്, ആ പാലയ്ക്കകത്ത് അവളുടെ ഒറ്റൊരു ഓർഡർ കൊണ്ടല്ലേ ജയിലിനകത്ത് സാർ എനിക്ക് ഒരുക്കി തന്ന സർവ്വ സുഖ സൗകര്യം ഒറ്റ നിമിഷം കൊണ്ട് അവളെല്ലാം പുറത്താക്കിയത്. എനിക്കിതിൻ്റെ അകത്ത് പിന്നെ കൊതുകടിയും കൊണ്ട് എല്ലാം കൊണ്ട് ശരിക്കും പെട്ടുപോയതാണ്. എന്തായാലും സാർ എന്നെ പുറത്തിറക്കിയും കൊണ്ട് എനിക്ക് അതിൻ്റെ സ്വസ്ഥതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഞാനൊന്ന് സമാധാനമായിട്ടൊന്ന് ശ്വസിച്ചോട്ടെ എന്ന് പറയുമ്പോൾ സുസ്മിത ഇനിയിപ്പം ഫ്രീ ബേർഡല്ലേ, സുസ്മിത ഇനി ആര് കെട്ടിയിടാൻ, ഇനി ആർക്കും തളയ്ക്കാൻ പറ്റത്തില്ല. സുസ്മിത എന്താണ് പുറത്തേക്ക് വരുക. അപ്പം പുറത്ത് വരുമ്പോൾ സുസ്മിത പറയുന്നത് സാർ എനിക്ക് ചെയ്തെന്ന ഉപകാരത്തിന് എനിക്ക് എൻ്റെ ജീവിതകാലം മൊത്തം സാറിനോട് അത്രമാത്രം നന്ദിയാണ്, ആരും എനിക്ക് വേണ്ടി ചെയ്യാത്ത ഉപകാരമാണ് സാർ എനിക്ക് വേണ്ടി ചെയ്തത്. അതുകൊണ്ട് സാർ ഈ ചെയ്തെന്ന ഉപകാരത്തിൻ്റെ നന്ദി ഞാൻ ഒരു കാലത്ത് മറക്കത്തില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ എം എൽ എ വന്ന് നന്ദി കാണണമെന്നല്ല, ഒരു കാലത്തും ഈ നന്ദി മറക്കാൻ പാടില്ല, അതാണ് എനിക്ക് വേണ്ടത്. കാരണം ചെറിയ രീതിയിലൊന്നുമല്ല ഞാൻ തൻ്റെ ബെയിലെടുക്കാൻ കഷ്ടപ്പെട്ടത്, ശരിക്കും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് തന്നെ ഈ ബെയിലെടുത്തത്. അതിനുവേണ്ടി ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടംപോലെ ചിലവായിട്ടുണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ സുസ്മിത എനിക്ക് തിരിച്ച് തരേണ്ട കാര്യങ്ങളാണെന്ന് പറയുമ്പം സുസ്മിത പറയുന്നുണ്ട് സാർ അതൊക്കെ ധൈര്യമായിട്ട് സാർ ഇനി അങ്ങോട്ടേക്ക് വേണ്ട എന്ത് കാര്യമുണ്ടെങ്കിലും അതിനെല്ലാം ആദ്യം പ്രധാന രീതിയിൽ സുസ്മിത തന്നെ മുന്നിലേക്ക് കാണും. സാറിന് ഒരു കഥയും ടെൻഷൻ വേണ്ട, ഇതിനെ നന്ദി എൻ്റെ ജീവിതകാലത്തിൽ ഞാൻ മറക്കത്തേയില്ല, സാർ അതിനകത്ത് ഒരു വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് സുസ്മിത അങ്ങേക്ക് വാക്ക് കൊടുക്കുവാണ്. കറക്റ്റ് ബെയിലി പുറത്തിറങ്ങിയതും ജഗദീപ് ഈ വിവരങ്ങളൊക്കെ കറക്റ്റ് ശാലിനിയോട് എത്തിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ശാലിനത്തെ പറയുന്നുണ്ട് മാഡം എല്ലാ പണിയും പാലകളാവാൻ പോവാണ്, സുസ്മിത ജയിലിൽ നിന്ന് വീണ്ടും ബെയിലി ഇറങ്ങിയിട്ടുണ്ട്, ഇനി എന്തൊക്കെ പുകിലാണെന്നോ ചെയ്ത് കൂട്ടാൻ പോകുന്നത്, ഇനി എനിക്കെന്തൊക്കെ പാര തരാൻ പോകുന്നത്, എന്നെ കുഴിച്ച് മൂടാതിരുന്നാൽ മതി, ഞാൻ മാഡത്തിൻ്റെ കൂടെ കൂട്ട് നിന്നൊക്കെ വന്നിട്ട് ജഗദീപ് ഈ കാര്യങ്ങളൊക്കെ പോയി ഷാനിയോട് പറയാൻ പോകുന്ന കാണിച്ചാണ് നെക്സ്റ്റ് എപ്പിസോഡ് എന്നെ തരാം. അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണാൻ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ കമൻറ്റ് സെക്ഷൻ ആരും മറക്കണ്ട.